ഇപ്പോൾ അല്പസമയം മുമ്പ് വന്നൊരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങി. മടന്തകോട് ബി കൃഷ്ണന്റെ കൗങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് പുലിയെ കണ്ടെത്തിയത്. സിജു കണ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സിജു, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുന്നത്. എന്താണ് നിലവിലത്തെ അവസ്ഥ? ബിനിഷ, ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കൊളത്തൂർ മടന്തക്കോട്ടെ കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിന് സമീപത്തുള്ള പാറമടയിൽ ചെറിയ തുരങ്കത്തിനകത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഈ കവുങ്ങിൻ തോട്ടത്തിൽ വെള്ളം തെളിക്കുന്നതിന് വേണ്ടി മോട്ടോർ ഓണാക്കി വെച്ചിരുന്നു. അത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി കൃഷ്ണന്റെ മകൾ അനുപമ പോയപ്പോൾ ഈ പാറക്കെട്ടുകൾക്കകത്ത് നിന്ന് ചെറിയ ശബ്ദം കേട്ടു. തുടർന്ന് വീട്ടിലെത്തി അച്ഛനോട് വിവരം പറഞ്ഞ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ചെറിയ വീഡിയോ കാണാം. അങ്ങനെയാണ് പുലിയുടെ സാന്നിധ്യം ഇവർ കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ജനപ്രതിനിധികൾ, ബേഡടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം 2 ആഴ്ചയിലധികമായി പ്രദേശത്ത് ആ പുലിയുടെ സാന്നിധ്യം ഉള്ളതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. വീടുകളിലുള്ള വളർത്തു പട്ടികളെ കാണാതായിരുന്നു. അത് പുലി പിടിച്ചതാണെന്ന പരാതിയാണ് നാട്ടുകാർ മുന്നോട്ട് വെച്ചത്. ഈ പ്രദേശത്ത് നിന്ന് കുറച്ചല്പം മാറിയാണ് വനമേഖല. 2 ആഴ്ചക്കകത്താണ് ഈ പരാതി വ്യാപകമായി ഉയർന്നു വന്നത്. വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഈ കവുങ്ങിൻ തോട്ടത്തിൽ നിന്ന് പോകുമ്പോഴാണ് ഇവരിത് കണ്ടത്. അങ്ങനെ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെ ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. അവർ ഈ ആശങ്ക നേരത്തെ പങ്കുവച്ചിരുന്നു. അതിനുശേഷം അത് പുലിയാണെന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പാറമടക്കകത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും വിദഗ്ധ സംഘം സ്ഥലത്തെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മയക്കുവെടി വെക്കുന്നതിനുൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായാണ് ഇവർ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മയക്കുവെടി വെക്കുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമാണ്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ നീക്കണമെന്നാണ്. കാരണം ഈ പാറമടക്കകത്താണ് ഈ പുലിയുള്ളത്. അത് വിരണ്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി നേരത്തെ ഈ സംഭവം പുലിയാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അവർ ഈ സ്ഥലത്ത് ഇതിൻ്റെ മുൻഭാഗത്ത് 2 വലിയ പാറകൾ വെച്ച് പുലി പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സജ്ജീകരണം നാട്ടുകാർ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ സ്ഥലത്തുണ്ട്, പരിശോധന നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ബേഡടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? എന്താണ് ഇപ്പോൾ വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്? ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബേഡം പോലീസ് എല്ലാവരും RRT എല്ലാ ടീമും ഇവിടെ തന്നെ ഉണ്ട്. വയനാട് നിന്നുള്ള കണ്ണൂരിൽ നിന്നുള്ള ടീം പുറപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ 9 മണിക്ക് തന്നെ അവർ പുറപ്പെട്ടു. അവർ ഏകദേശം ഒരു 1 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഴുവൻ ആളുകൾ ഇവിടെ തന്നെ സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആളുകൾ വലിയ തോതിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ ആശങ്കയാണെന്ന് തോന്നുന്നു ജനങ്ങൾക്ക്. ഇല്ല, ആളുകൾ നേരത്തെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. ആശങ്ക എന്തായാലും ഉണ്ട്. കാരണം കുറേ ദിവസമായിട്ട് ജനങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. ഏതായാലും തുടർ നടപടികൾ രാത്രി തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും വിദഗ്ധ സംഘം എത്തുമെന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രദേശത്ത് ആളുകൾ തടിച്ചുകൂടുന്നത് ഇതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ആ പാറമടക്കകത്ത് കുടുങ്ങിയ നിലയിലാണ്. ഇത് വിരണ്ട പുറത്തേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന ഒരു ആശങ്കയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ആളുകളെ പരമാവധി പ്രദേശത്ത് നിന്ന് മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. രാത്രി 1 മണിയോടുകൂടി തന്നെ വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള വിദഗ്ധ സംഘം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്ത് ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് DFO അഷറഫ് ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാവശ്യമായ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിനിഷ. സിജു, ജനവാസ മേഖലയാണ്. നിരവധി ജനങ്ങൾ ഇതിനോടകം തന്നെ അവിടെ തടിച്ചു കൂടിയിട്ടുമുണ്ട്. വലിയ രീതിയിലുള്ള ആശങ്ക എന്ത് തന്നെയായാലും ആളുകൾക്കുണ്ടാകും. ഒന്നാമത് രാത്രിയാണ്, നേരം വൈകിക്കൊണ്ടിരിക്കുന്നു. പുലി നാട്ടിലേക്ക് അല്ലെങ്കിൽ ആ തുരങ്കം വിട്ട് ഇറങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം വന്യജീവികളെല്ലാം തന്നെ രാത്രി സഞ്ചാരക്കാരാണ്. അപ്പോൾ രാത്രി ഇറങ്ങാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ നേരത്തെയും ഈ ജനവാസ മേഖലയിൽ പുലിയുടെ ഒരു സാന്നിധ്യം ആളുകൾ പറയുന്നുണ്ടോ? ഈ പുലി ഒരു പ്രശ്നക്കാരനാണോ? അവിടെ നേരത്തെയും എത്തിയിട്ടുണ്ടോ?
രണ്ടാഴ്ചയാണ് ഈ പരാതി ഉയരുന്നത്. ഈ പ്രദേശത്ത് നായകൾ അപ്രത്യക്ഷമായിരുന്നു. പല വീടുകളിലും വളർത്തിയിരുന്ന പട്ടികൾ കാണാതായിരുന്നു. അത് പുലി പിടിച്ചതാണെന്ന പരാതി നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. അതിനു മുമ്പ് ഈ പ്രദേശത്ത് വലിയ തോതിൽ എങ്ങനെ പുലിശല്യം ഉള്ളതായി നാട്ടുകാരും ആരും പറയുന്നില്ല, ആരും അങ്ങനെ കണ്ടതായി പറയുന്നില്ല. ഏതായാലും രണ്ടാഴ്ചക്കകത്താണ് ഈ ആശങ്കയുണ്ടായി തുടങ്ങിയത്. പലരും പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു. വലിയ ബുദ്ധിമുട്ട് ജനവാസ മേഖലയാണ് ഈ പ്രദേശത്ത്. ഇപ്പോൾ തന്നെ ഈ വീട്ടുകാർ കവുങ്ങിൻ തോട്ടത്തിലേക്ക് അവരുടെ കവുങ്ങിൻ തോട്ടം നനയ്ക്കുന്നതിന് മോട്ടോർ ഓണാക്കി അത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി പോയ സമയത്താണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ പുലർച്ചെ സമയങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെ നടത്തുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വലിയ ആശങ്കയാണ് നിലവിലുള്ളത്. കാരണം ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം കാണണമെന്നാണ് പറയുന്നത്. വനമേഖല കുറച്ച് ദൂരെയാണ്, തൊട്ടടുത്ത് വനമേഖലയല്ല, 2-3 കിലോമീറ്റർ മാറിയാണ് വനമേഖലയുള്ളത്. ഈ സാഹചര്യത്തിൽ ഇവിടെ പുലി എത്തിയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. കാരണം വനം വിട്ട് ജനവാസ മേഖലകളിലേക്ക് കൂടുതൽ എത്തിയതായി വേണം മനസ്സിലാക്കാൻ. ഏതായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഇന്ന് രാത്രി തന്നെ ഉണ്ടാകും. RRT സംഘം അതോടൊപ്പം തന്നെ മയക്കുവെടി വെക്കുന്നതിനുള്ള വിദഗ്ധ സംഘം എല്ലാം തന്നെ രാത്രി തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിൻഷ. സിജു, വന്യജീവി ആക്രമണങ്ങളിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കേരളത്തിൽ മൊത്തം പല ജില്ലകളിൽ നിന്നായി അത്തരം റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതിനാൽ തന്നെ പൊതുവിലൊരു ഭീതിയുണ്ട്. ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ സംബന്ധിച്ച് പൊതുവിലൊരു ഭീതി നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാരൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്? പുലി പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? നിലവിൽ ഈ പാറക്കെട്ട്, അതായത് സ്വാഭാവികമായി ഈ മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകുന്ന പ്രകൃതിദത്തമായ ഒരു തുരങ്കം പോലെയുള്ളൊരു സ്ഥലമാണിത്. ഈ പാറക്കെട്ടിൻ്റെ ഒരു മുൻഭാഗത്ത് കൂടി മാത്രമേ ഇതിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ മുൻഭാഗത്ത് വലിയ 2 പാറക്കല്ലുകൾ വെച്ച് അതിൻ്റെ മുൻഭാഗം അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുലിക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നിലവിൽ അതിനുശേഷം വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച ശേഷം അവർ കൂടി സ്ഥലത്തെത്തി ഈ സ്ഥലത്ത് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുലിക്ക് അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുടരാൻ അനുമതി ലഭിക്കേണ്ടതുണ്ട്. അത്തരം അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. DFO സ്ഥലത്തെത്തി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത് പുലിയാണെന്ന് നേരത്തെ തന്നെ അവർ വന്ന് സ്ഥലത്ത് സ്ഥിരീകരിച്ചതായി DFO തന്നെ സംസാരിച്ചിരുന്നു. ഇതിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മറ്റ് നടപടിക്രമങ്ങളുമാണ് പൂർത്തിയാക്കേണ്ടത്. രാത്രി സമയമായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഈ സമയത്ത് മറ്റ് ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഒരു ആശങ്കയുള്ളത്. ഏതായാലും രാത്രി അധികം വൈകാതെ തന്നെ വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നേരം പുലരുന്ന സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ പുലിയെ പുറത്തെത്തിക്കുന്നതിനും പിടികൂടുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുള്ളത്. അടിയന്തരമായ ഒരു ഇടപെടൽ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇത് കണ്ടതിന് തൊട്ടു പിന്നാലെ ഉണ്ടായി. കാരണം 6 മണിയോടുകൂടിയാണ് ഈ പുലിയെ കണ്ടെത്തുന്നത്. കൃഷ്ണൻ്റെ മകൾ അനുപമയാണ് ഈ പുലിയെ കാണുന്നത്. കവുങ്ങൻ തോട്ടത്തിൽ മോട്ടോർ ഓണാക്കിയിരുന്നു വെള്ളം തെളിക്കുന്നതിന് വേണ്ടി. അത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി സന്ധ്യാസമയത്ത് പോയപ്പോഴാണ് ശബ്ദം കേട്ടത്. തുടർന്ന് ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പുലിയാണെന്ന് സ്ഥിരീകരിച്ച് തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി, DFO ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഏതായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നിലവിൽ പറയുന്നത്. വിനിഷ. ശരി, സിജു കണ്ണനാണ് സംഭവ സ്ഥലത്തു നിന്നും സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. നിലവിൽ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാണ് ജനങ്ങളെല്ലാം ഉള്ളത്. പുലി കുടുങ്ങിക്കിടക്കുന്ന തുരങ്കത്തിൻ്റെ മുൻഭാഗം പാറ കൊണ്ട് അടച്ചിട്ടുണ്ട്. സ്ഥലത്ത് പോലീസ് സംവിധാനങ്ങളും RRT സംവിധാനങ്ങളും DFO ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും പ്രത്യേക സംഘം എത്തുകയും തുടർന്ന് ഇന്ന് രാത്രി തന്നെ മയക്കുവെടി വയ്ക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിജു കണ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.